നീ എന്തുവാടാ എന്റെ കൊച്ചിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത്? അത് പിന്നെ മൂപ്പ, എന്റെ കൊച്ച് ആ രാമന്റെ കൂടെ പോയെന്നില്ലേ? ഒരു നിമിഷം ഞാനും അങ്ങ് വിശ്വസിച്ചു പോയി. പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? അയ്യോ മൂപ്പ, ഞാൻ എന്റെ കണ്ണ് കണ്ട കാര്യം പറഞ്ഞതാ. ഇത് ഇങ്ങനെയാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തൊരു സാധനമേ, ഇവൻ എങ്ങനെ അറിഞ്ഞത് ഞങ്ങൾ പട്ടണത്തിലെ രാമന്റെ അടുത്ത പോയെന്ന്? എടി സുഭദ്ര, നീ എങ്ങാനും ഇവനോട് പറഞ്ഞിരുന്നോ? ഓ പിന്നെ, എനിക്ക് അതല്ലേ പണി. പിന്നെ ഈ കള്ള കണ്ണാപ്പി ഇത് എങ്ങനെ അറിഞ്ഞു? ആ, എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പണ്ട് മുതലേ ഇവന് നിന്നെ കണ്ടൂടാ. ഇവൻ നമുക്കൊരു പണി തരാനായിട്ട് നിൽക്കുന്ന ചെങ്ങായിയാ. അതേടി. അയ്യോ അയ്യോ, ഇനി മേല എന്റെ കൊച്ചിനെ കുറിച്ച് വല്ലതും പറഞ്ഞു നടന്നാ ഇപ്പൊ ഞാൻ വെറും സാമ്പിളാ കാണിച്ചത്, കേട്ടോടാ? അയ്യോ മൂപ്പ, നിന്ന് മോങ്ങാതെ ഇവിടുന്ന് പോടാ. അല്ല സുഭദ്രാമേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മിനാജ് ചോദിച്ചോ? ആ ചങ്ങായിക്ക് എന്താ നിങ്ങളോട് പ്രതികാരം? അത് കൊറേ മുന്നേ നടന്നൊരു സംഭവാ. എന്താണെന്ന് പറഞ്ഞൂടീന്ന്? ആ, പറയാ. എന്നാലും സുഭദ്രാമേ, ഇത്രയും സുന്ദരിയായ നിങ്ങള് എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറിയത്? എന്നിട്ട് സുഭദ്രാമ ആ കുഞ്ഞിനെ പ്രസവിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ എവിടെയാ? എല്ലാം ഞാൻ പറയാം. സുഭദ്രാമ, നിങ്ങളെ സൗണ്ട് വരെ ആണിന്റെ പോലെ ഉള്ളതായി. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? എല്ലാത്തിനുള്ള ഉത്തരം ദേ ഞാൻ പറയാൻ പോവാണ്, കേട്ടോളൂ. ആദ്യം ആ പൊട്ടനെ കുറിച്ച് പറ. നിങ്ങൾക്ക് പണി തന്ന ഓനെ കുറിച്ചിട്ട്. ആ, ഓന്റെ പേര് കണ്ണാപ്പി. എന്ത് കണ്ണാപ്പിയാ? ആ, കണ്ണാപ്പി. എല്ലാരും ഓനെ കള്ള കണ്ണാപ്പിന്ന് വിളിക്കും. കേൾക്കാനെ നല്ല കോമഡി ആയിക്കണേ. ആ, ഓന്റെ കഥക്കെ നല്ല കോമഡിയാ. എന്നാ പറഞ്ഞൂടി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. എനിക്ക് ഏകദേശം ഒരു 10 വയസ്സുള്ള കാലം. എന്താ കണ്ണാപ്പി നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ സുഭദ്ര, ദേ കണ്ണാപ്പി നോക്ക്, എന്തേലും പറയാനുണ്ടെങ്കിൽ വേഗം പറ. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാനുള്ളതാ. അത് പിന്നെ സുഭദ്ര, കൊറേ കാലായി നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കണു. എന്ത്? അത് വേറൊന്നല്ല, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഓ, അതാണ് ഇപ്പൊ പറയാനുള്ളത്. എനിക്കും എന്നെ ഭയങ്കര ഇഷ്ടാ. ആ, ഇഷ്ടല്ല സുഭദ്ര. പിന്നെന്ത് ഇഷ്ടാ കണ്ണാപ്പിയെ? എനിക്കുണ്ടല്ലോ അന്നെ കല്യാണം കഴിക്കണം എന്ന് തോന്നും ചില സമയത്ത്. എന്നിട്ട് എന്റെ ഭാര്യയായിട്ട് നിക്കണത്, അതാണ് എന്റെ ആഗ്രഹം. എന്ത്? നീ എന്താ എന്നോട് പറഞ്ഞേ? അതെ സുഭദ്ര, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. നിന്നെ ഞാൻ കുറച്ചും കൂടി വലുതായ കല്യാണം കഴിച്ചോട്ടെ. നിന്നെ എനിക്ക് ഇഷ്ടല്ല, കള്ള കണ്ണാപ്പി. എന്റെ നീ എന്താ എന്നെ വിളിച്ചേ? കള്ള കണ്ണാപ്പീന്ന്. ഞാൻ കള്ളനല്ല. കള്ളനായാലും നല്ലവനായാലും എനിക്ക് നിന്നെ ഇഷ്ടല്ല. അതെന്താ സുഭദ്ര നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തേ? ആ, എനിക്കറിയാൻ പാടില്ല, എനിക്കിഷ്ടല്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലുതായി കഴിഞ്ഞാൽ ഞാൻ ദേവിയാവുന്ന്. ദേവിമാർക്ക് കല്യാണം ഒന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടല്ല. അങ്ങനെയൊന്നുമില്ല സുഭദ്ര, അച്ഛൻ നിന്നെ ചുമ്മാ പറ്റിക്കുവാ. ഞാൻ നിന്നെ കല്യാണം കഴിക്കും, സത്യം. ഏയ് വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടല്ല. ഈ കള്ള കണ്ണാപ്പിനെ കൊണ്ട് വല്ലാത്ത സൂയിപ്പായി. സുഭദ്ര അവിടെ നീക്ക്. ഇല്ല, ഞാൻ പോവാ. അച്ഛനെ അന്വേഷിക്കും. എന്തുകൊണ്ടാ നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തെന്ന് ഒന്ന് പറയാവോ? എന്നിട്ട് നീ പോയിക്കോ. അത് വേറൊന്നല്ല കണ്ണാപ്പി, ഞാൻ ഈ കാട്ടിലെ ദേവിയാ. ദേവിമാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അത് ചുമ്മാ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? നീ വേഗം പറ. നിനക്ക് എന്താ എന്നെ ഇഷ്ടമില്ലാത്തേ? അത് പിന്നെ കണ്ണാപ്പി, നീ കള്ളനല്ലേ? ആ, കള്ളനോ? ഞാനോ? ആ, ഈ കാട്ടിലെ പല സാധനങ്ങളും നീ മോഷ്ടിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ കള്ളനാ. കള്ളന്മാരെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല. ഇതാണ് സംഭവം. ഓ, ചെറുപ്പത്തിലുള്ള പ്രശ്നല്ലേ? ആ, കണ്ണാപ്പിനോട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ച് ഇഷ്ടല്ലാന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ദേവി ആയോണ്ടാണ് ഇഷ്ടല്ലാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും എന്നെ വിട്ടില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഇഷ്ടായില്ല. ഓ, അതാണപ്പൊ വലിയ കാര്യം. ഓ ശരിക്കും കള്ളനെന്നാ? ആ, ഭൂലോക കള്ളനാ. ഏതായാലും രാമന്റെ അത്ര കള്ളനല്ല. അയ്യോ സുഭദ്രാമ, നിങ്ങൾ കാര്യം വേണ്ടി പറഞ്ഞല്ല. ബാക്കി കഥ പറയും. എന്റെ ജീവിതം എല്ലാം പോയി. ഇനി എന്ത് പറയാനാ ഞാൻ? അങ്ങനെ പറയല്ലേ സുഭദ്രാമ. ബാക്കി നിങ്ങളെ കഥ ഞമ്മക്ക് കേൾക്കണം. എന്താ സംഭവിച്ച പിന്നീട്? നിങ്ങൾ ആ കുട്ടീനെ പ്രസവിച്ചോ? എന്താ സംഭവം പറഞ്ഞൂടെ? അങ്ങനെ ഞാന് പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ഗർഭിണിയായ എന്നെ അവൻ ചതിച്ചു. രാധ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ മാത്രമായിരുന്നു അന്ന് ഞാൻ ഓരോ ദിവസം തള്ളി നീക്കിയിരുന്നത്. എന്റെ മനസ്സ് എത്രത്തോളം അതിനെ മറച്ചു വെച്ചുവെങ്കിലും എന്റെ ശരീരം മറച്ചു വെക്കാൻ സമ്മതിച്ചില്ല. ഈശ്വര, ഞാനിനി എന്താ ചെയ്യാ? അങ്ങനെ ഒരു ദിവസം ഞാന് ആ കാട്ടില് തല കറങ്ങി വീണു. അയ്യോ, എന്റെ തലയൊക്കെ ചുറ്റുന്ന പോലെ തോന്നുന്നു. അയ്യോ ദേവി, എനിക്ക് വയ്യ.
ഈശ്വര ഇതെന്റെ മോൾ സുഭദ്രയാണല്ലോ. ഇവളെന്താ ഇവിടെ കിടക്കുന്നേ? ഇവക്ക് ഇത് എന്ത് പറ്റി? അശ്ശോ, ഇത് എന്താ എന്റെ പൊന്നുമൊക്കെ പറ്റിയേ? സുഭദ്ര, മോളെ സുഭദ്ര, കണ്ണു തുറക്ക് പൊന്നെ. അച്ഛയുടെ പൊന്നെ, എഴുന്നേക്ക്. ഇതെന്താ ഇവിടെ കിടക്കുന്നേ? നാട്ടുകാരെ ഓടിവായോ.